ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അടിപൊളി ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുരിദാർ അങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനൊരു ഇതിന് മാച്ചായിട്ട് ഒരു ചെരുപ്പും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. എടുത്ത് കാണിച്ചിട്ടോ. ഇത് നിങ്ങൾക്ക് മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഇൻറ്റോയിറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ചുരിദാർ ഞാൻ മോസ്റ്റ്ലി വാങ്ങിക്കുന്ന കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്ര എടുത്താലും ശരിയാവാറില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു ബ്രാൻഡാണ് ഇൻറ്റോയിറയുടെ ഒരു ബ്രാൻഡ് കേട്ടോ. ഇൻറ്റോയിറയുടെ ഇതുപോലെ തന്നെ ഒരു റെഡ് കളർ ഞാൻ ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തപ്പി നോക്കിയപ്പോൾ ഞാൻ ഇത് വേറെ ടൈപ്പാട്ടോ. അത് ഒരു സിൽക്കി കോട്ടൺ സിൽക്ക് അങ്ങനത്തെയാണ്. ഇത് പക്ഷേ പ്യുവർ കോട്ടൺ ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂടുകാലത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ഒരു ടൈപ്പാണ്. വിത്ത് ബോട്ടം ആൻഡ് ഷോളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിതേ നമ്മുടെ ചുരിദാർ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ നെക്കിൽ ഫുള്ളായിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് ടൈപ്പ് വരുന്നുണ്ട് കണ്ടോ. നെറ്റിൻ്റെ മുകളിൽ ഈ ഒരു നെറ്റിലാണ് നമ്മുടെ ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. പിങ്ക്, ബ്ലൂ, അങ്ങനെ പല ടൈപ്പിലുള്ള കളേഴ്സും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു എലഗൻറ്റ് ലുക്കാണ്. എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെറ്റീരിയൽ നിങ്ങൾ നോക്കൂ, നല്ല കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലും സെയിം തന്നെ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കാര്യം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിച്ചു തരാം. ഫുള്ളായിട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫുള്ളായിട്ടും സോഫ്റ്റ് കോട്ടൺ ആണ്. ഉള്ളിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇന്നേഴ്സായിട്ട് ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട് കോട്ടൺ. നല്ല അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ്. ബാക്ക് സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഫുള്ളായിട്ടും നല്ല ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അത്രയും സോഫ്റ്റ് കോട്ടൺ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് കയ്യിൽ വരുന്നത് ഇതുപോലെ തന്നെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട്. പാൻസ് വന്നിട്ട് നമുക്ക് സെയിം പാറ്റേൺ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ പാൻസിൽ നമുക്ക് ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എലാസ്റ്റിക് ആയിട്ടുള്ളൊരു പാൻസ് ആണ് കേട്ടോ. എലാസ്റ്റിക് ആണ്, കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് വെയർ ചെയ്യാൻ. ഇത് നോർമൽ പാൻസ് ആണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ളൊരു പാൻസ് ആണ് കണ്ടോ. ഇതുപോലെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഷോൾ വരുന്നത് നമുക്ക് ഓർഗൻസ ടൈപ്പുള്ള ഷോളാണ് കേട്ടോ. ഷോൾ കണ്ടോ, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക റോസാപ്പൂക്കളാണ് വരുന്നത്. നല്ല ഒരു ഓർഗൻസ ടൈപ്പിൽ ഇങ്ങനെ കുഴഞ്ഞു. ഇപ്പം ഷോൾ ഇടുന്നെങ്കിൽ വേണ്ട, പക്ഷെ ഷോൾ ഇട്ടാലാണ് കുറച്ചും കൂടി ഇതിനൊരു ഭംഗി കൊടുക്കുള്ളൂ. ഇങ്ങനെ ഇഴുകി കിടക്കുന്ന ടൈപ്പ് ഓർഗൻസ ടൈപ്പ് നിങ്ങൾക്ക് മെറ്റീരിയൽ അറിയാമല്ലോ. അങ്ങനത്തെ ഒരു ഷോൾ കൂടിയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് മൂന്നിനും കൂടിയിട്ടാണ് നമുക്ക് ഈ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വെഡ്ഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക സെറ്റ് ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനൊരു ടോപ്പാണ് വാങ്ങിച്ചത് കേട്ടോ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ്, വൈറ്റ് ടോപ്പ്. ഞാൻ കുറേ ആയി നോക്കി നടക്കുന്നത്. എനിക്ക് വൈറ്റ് ടോപ്പ് ഒരിക്കലും അങ്ങോട്ട് സെറ്റ് ആവാറില്ല. അപ്പം ഞാൻ വീണ്ടും ഒരു വൈറ്റ് കണ്ടപ്പോൾ ഓർഡർ ചെയ്തു. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫ്രണ്ട് ഭാഗമൊക്കെ ഓക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ലൈനിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ലൈനിങ് ഒക്കെ ഒരു എന്താ പറയുക ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ ഒരു ലൈനിങ് ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് നോക്കിയാൽ ഫുള്ളായിട്ടും ഭയങ്കര ഈ ഒരു സംഭവം. ബാക്കിൽ നമുക്ക് ലൈനിങ് ഇല്ല. അതെനിക്കൊരു വല്ലാത്തൊരു അടിയായിപ്പോയി. പക്ഷേ നമുക്ക് ഇങ്ങനെ പെറ്റിക്കോട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ലൈനിങ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നമുക്കെല്ലാം ബാക്കിയെല്ലാം ഓക്കെയാണ്. നമുക്ക് ഇവിടെ നല്ലൊരു ത്രെഡ് വർക്ക് പോലെ ഇങ്ങനത്തെ ലേസ് വർക്കാണ് വരുന്നത് കണ്ടോ. അതൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കൈ നമുക്ക് ഇതുപോലെ ഫുൾ സ്ലീവിൽ ഇങ്ങനത്തെയാണ് വരുന്നത്. അതൊക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ലൈനിങ് ബാക്ക് സൈഡിൽ ഇല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂട്ടോ. ഞാൻ അധികം നോക്കാണ്ടാണ് ഇതെടുത്തത്. പിന്നെ നെക്സ്റ്റ് ഒരു എന്താ പറയുക കോട്ട് സെറ്റാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ളൊരു കോട്ട് സെറ്റാണ്. ഇപ്പോൾ കോട്ട് സെറ്റൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ പാൻസ്. നോർമൽ ആയിട്ടുള്ള ഒരു പാൻസ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി വൈസ് ആക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഇതിന് 599 അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഒരു ഷർട്ട് മോഡലാണ്. ഷർട്ട് പോലെ ഓക്കെയാണ് കേട്ടോ. കാണിച്ചു തരാം. ഷർട്ട് മോഡലാണ് കേട്ടോ. ഷർട്ട് ടൈപ്പാണ്. ഇങ്ങനെ നമുക്ക് ഒരു 3/4 ആണ് ലെങ്ത് വരുന്നത്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഇവിടെ ടൈ ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇതിങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ കെട്ടാനുള്ള ടൈ ആണ്. അപ്പോൾ അതിങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ബാക്കിലേക്ക് എടുക്കുന്നുണ്ട്.
അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ. രണ്ടും നല്ല ഒരു രസമുണ്ട്, നല്ല ഫ്രീക്കായിട്ട് നമുക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ അടിച്ചു പൊളിച്ച് ഇപ്പോൾ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് സ്റ്റൈലായിട്ട് പോകുന്നത് എല്ലാവരും. അപ്പോൾ ഞാൻ കുറേ നാളെ കോഡ് സെറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതും നല്ലൊരു നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. നല്ല ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ, നല്ല ഒരു എന്താ പറയുക, നല്ല മെറ്റീരിയലാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് ആ വൈറ്റിൻ്റെ ആ ഒരു ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കൊരു ചെറിയൊരു വിഷമമായിട്ടുള്ളത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പെയർ ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ല ഒരു കോഡ് സെറ്റ് നോക്കി നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ബൈ.